ഹലോ ഗായ്സ്, ഇന്ന് ഞാനാണ് കന്യാകുമാരി പോയ കുറച്ച് വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഞങ്ങൾ ഇറങ്ങിയ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാൻ ഇഡ്ഡലിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കന്യാകുമാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അത് കഴിഞ്ഞ് റൂം കാണിക്കുവാണ്. ഞങ്ങൾക്ക് 2 റൂമുണ്ടായിരുന്നു. ഒന്ന് 403 ഒന്ന് 402. കന്യാകുമാരിയാണ് സ്ഥലം. പിന്നെ ബീച്ചെത്തി. ബീച്ചിലൊക്കെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ച കഴിയാറായപ്പോൾ അവിടെ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ച് കളിക്കുന്ന ഇടയ്ക്ക് ഞാൻ എഴുതി വെച്ചാണ് ഈ വായിച്ച ഐ ലവ് ഡാഡി എന്ന് എഴുതിയിട്ടാണ്. അത് പക്ഷെ കടൽ മായ്ക്കുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ എഴുതിയിട്ട് ഓടിയതാണ്. അത് കഴിഞ്ഞ് ഐ ലവ് മോമെന്ന് അത് വന്ന് വായിച്ചു. അതെന്താണെന്നറിയാം. വാന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു കടലിനെ. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് സണ്ണിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന പോലായിരുന്നു. കയലിങ്ങനെ സൺ പിടിച്ചോണ്ടിരിക്കുന്ന പോലായിരുന്നു. പിന്നെ ഞാൻ സണ്ണിൻ്റെ അടുത്തിരിക്കുന്ന ഒരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബീച്ച് കാണുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ. പിന്നെ ഇതൊരു വീഡിയോ ഇങ്ങനെ ഈ സൺ ഇങ്ങനെ കയ്യിലിരിക്കുന്നു. പിന്നെ കുറേ മലകളുണ്ടായിരുന്നു. പിന്നെ സൺ കണ്ടോ സെറ്റാവാനിരിക്കുമായിരുന്നു. സെറ്റായി തുടങ്ങി. പിന്നെ ബീച്ചിൽ ഇറങ്ങി. പിന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് സെറ്റായിട്ട് രാത്രി പോയപ്പോഴാണെന്നെങ്കിൽ ഒരു ലൈറ്റ് ഹൗസും കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസ് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസും കണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ വള്ളുവർ സ്റ്റാച്യൂവും കാണാൻ പോയി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും കണ്ടു. രാത്രി ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് നല്ല ലൈറ്റല്ലേ. പിന്നെ ഞാൻ ഇതുവഴി കയറി അതുവഴി ഇറങ്ങാനാണ്. ഇതുവഴി കയറുന്നുണ്ട്. ഇതുവഴി 1, 2 എണ്ണി കയറി. അത് കഴിഞ്ഞ് അതുവഴി 1, 2 എണ്ണി ഇറങ്ങി. അങ്ങോട്ട് നടന്നു പോയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങി ഞാൻ സൺറൈസ് കാണാൻ പോവുകയാണ് ഗൈസ്. എന്നിട്ട് ഞാൻ സൺറൈസ് കാണാൻ ഇങ്ങനെ നടന്ന് ബീച്ചിൽ പോവാണ്. രാവിലെയാണ് ഇത്. രാവിലെ എന്ന് വെച്ചാൽ ഒരു 4-5 മണിയായിട്ടുണ്ടായി. രാവിലെ ഞങ്ങൾ സൺറൈസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഇരുട്ടാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ രാവിലെ ആകത്തുള്ളൂ. അവിടെ ഞങ്ങൾ കുറേ നേരം നിന്നായിരുന്നു. പിന്നെ നടന്ന് അങ്ങോട്ട് ചെന്ന് ബീച്ചെത്തി. പിന്നെ ഇതാണ് രാവിലത്തെ ഒരു കുഞ്ഞി വ്യൂ. പിന്നെ ചെറുതായിട്ട് സണ്ണിൻ്റെ ഒരു ലൈറ്റ് കണ്ടു. ഇവിടെ ഇങ്ങനെ റെയിൻബോ വര പോലെ ഉണ്ടായിരുന്നു. ബീച്ചൊക്കെ കണ്ടു. ഇവിടെ റോക്കാണ്. റോക്കിലിങ്ങനെ വരുന്നത് സൺറൈസ് ആയി ചെറുതായിട്ട്. പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇപ്പോഴും ലൈറ്റ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗി. പിന്നെ സൺറൈസ് ആയിട്ട് ഇങ്ങനത്തെ ഫോട്ടോ എടുത്ത് പിന്നെ സൺറൈസായി നല്ല വെട്ടമൊക്കെ വന്നു. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റ് ഓഫ് ആക്കി പറഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ എടുത്താണ് മീൻ കൊണ്ടുപോകും. ഇത് കടലിൽ നിന്ന് ഫ്രഷായിട്ട് പിടിച്ച മീനാണ്. ഇതെല്ലാം മീനുകളെല്ലാം എടുക്കുന്നതാണ്. ഈ എന്തുവായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. പിന്നെ ഞങ്ങൾ വിവേകാനന്ദ റോക്കും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. അല്ല, ബോട്ടിൽ കയറാൻ പോയിരുന്നു. അപ്പം എല്ലാവരും പോയാണ്. ഞാൻ അപ്പായ വരച്ചോണ്ട് പോയിരുന്നു. പിന്നെ ഞാൻ പോയി വന്ന് പിന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബോട്ടിലെ വ്യൂ കാണാൻ. ഇതെന്തോന്ന് വ്യൂവാ, എന്താ ആൾക്കാരെ എടുത്ത്. പിന്നെ ബീച്ചിലേക്ക് ഞങ്ങൾ ഇറങ്ങി. വള്ളുവർ സ്റ്റാച്യു, ഗ്രീൻ കളർ ബീച്ച് ഉണ്ട്. ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാണ്. പിന്നെ ബോട്ടിലൂടെ കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി ഞങ്ങൾ ബോട്ടിങ്ങിന് ലൈൻ നിന്നപ്പോൾ കിട്ടിയ കാഴ്ചയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന്
നടന്ന് പോവാൻ. നടന്നു പോയപ്പോൾ ഈ വൈറ്റ് കണ്ടോ, അതിലെ കൂടെ നടക്കാൻ നല്ല സുഖമാണ്. നല്ല ചൂട് പോലെ കാണത്തില്ല, ചെറിയ ചൂട്. പിന്നെ ഞാൻ അവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വരും. ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഞാൻ ഓടി വന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ബീച്ച് കണ്ടിട്ടാണ്. പിന്നെ വള്ളുവർ സ്റ്റാച്ചു, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് വിവേകാനന്ദ ക്ഷേത്രം. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ വള്ളുവർ സ്റ്റാച്ചു, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സൈഡിൽ പോയി ഇതല്ലേ. പിന്നെ ബീച്ച്, നല്ല ഗ്രീൻ കളർ ബീച്ച്. പിന്നെ അവിടുത്തെ ഫ്ലാഗാണ് ഇത്. നല്ല കാറ്റുണ്ടായിരുന്നു, എൻ്റെ മുടി പോലും പറന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫ്ലാഗ് അനങ്ങുന്ന കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കാറ്റുണ്ടായിരുന്നു എൻ്റെ മുടി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഞാനിങ്ങനെ പൊക്കത്തോട്ട് നോക്കുന്ന രീതിയാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു. ഇവിടെ എന്താ പണി നടക്കുമായിരുന്നേ, അതുകൊണ്ട് ഈ മാറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ വള്ളുവർ സ്റ്റാച്ചുയുടെ അകത്തോട്ട് ഞങ്ങൾ കയറാൻ പോവായിരുന്നു. ഇപ്പം കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കയറിയപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം, കുറേ കയറണം. അപ്പം എൻ്റെ ഒരു പെട്ട വീഡിയോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്റ്റെപ്പെല്ലാം കയറിപ്പോയപ്പോൾ എത്തിയെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് എത്തി. ഇനി വള്ളുവർ സ്റ്റാച്ചുയുടെ പകുതി വരെ കാണാം. കണ്ടോ, പകുതി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ ഒരു അമ്പലവും കണ്ടായിരുന്നു. പിന്നെ വള്ളുവർ സ്റ്റാച്ചു, എന്ത് വലിയ സ്റ്റാച്ചു വേണമെന്ന് നോക്കിക്കോ, എന്ത് ഭയങ്കര ഹൈറ്റ് ഉണ്ടായി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഓടി വരും. ഞാൻ അവിടെ നിന്ന് ഓടാതെ ഇങ്ങനെ നടന്നു ഓടി വന്നിട്ട് നടന്നിട്ട് ഓടി. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴോട്ട് നോക്കാതെ നടക്കാൻ പറ്റുന്നില്ല. താഴത്ത് നോക്കിയാൽ വെള്ളം ഇപ്പം വീഴുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ നടന്നു. വെള്ളം കണ്ടപ്പോൾ എന്താ ഇപ്പം വീഴുമെന്നും പറഞ്ഞോണ്ട് സൈഡിൽ കൂടെ നടന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നടക്കുന്നു. ഇങ്ങനെ പതുക്കെ അങ്ങ് വരെ നടന്നു. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട്. പിന്നെ ഞാനിങ്ങനെ നടന്നു പോകും. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന ഓടുന്ന ഞാൻ അപ്പമ്മ കണ്ടുപിടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ വാക്സിൻ മ്യൂസിയത്തിനോട്ട് പോയപ്പം പൊങ്കലായിരുന്നു. ഞാനിപ്പം വാക്സിൻ മ്യൂസിയത്തിൽ കയറി ചെന്നപ്പോൾ നിൽക്കുന്നത് ഞാനാണെങ്കിൽ റിയലാണോ ഫേക്കാണോന്ന് പോയി നോക്കും. പിന്നെ മെസ്സിയുടെ ഉള്ളൊരു ഫോട്ടോ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ ഞാനും അപ്പായും കൂടെ ആരുമില്ലാത്ത ഡാഷിങ് ഏറിക്ക് പോയി കയറിയിട്ടുണ്ടായിരുന്നു. ആരുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി വിണ്ടുമെല്ലും കണ്ട് ഞാൻ ശരിക്കും കുടിച്ചിട്ടുണ്ട്. പിന്നെ വിൻഡ് മിൽസ് എങ്ങോട്ട് നോക്കിയാലും വിൻഡ് മിൽസ് ആയിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയി. 4